രാജ്യസഭ ഇവിടെ പറഞ്ഞു അതിശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു. അതിൽ സഖാവ് വിളമരങ്കരിയും ഫലപ്രദമായി നേതൃത്വം കൊടുത്തു തന്നെയുണ്ടായി. കൂട്ടത്തിൽ ബിനോയ് വിശ്വം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒപ്പമുണ്ടായി. അന്ന് പാർലമെൻ്റ് അംഗമായിരുന്ന കെ രാഗേഷും ഫലപ്രദമായി ഈ കാര്യത്തെ എതിർത്തുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചു. മാത്രമല്ല ഈ നിയമത്തിന് ഭേദഗതി നിർദ്ദേശിച്ചു. ഈ ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ്സുകാരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് നമ്മളാരും കണ്ടില്ല, പാർലമെൻറ്റ് കേട്ടുമില്ല. 2020 ജനുവരിയിൽ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തു. വലിയ പ്രക്ഷോഭമായി. അവിടെ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എം പിമാരുടെ എല്ലാം സാന്നിധ്യമുണ്ടായി. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആരെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നതിന് സഹിക്കാൻ കഴിയാത്ത സംഘപരിവാർ അവർക്ക് നേരെയുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി വടക്ക് കിഴക്കൻ ഡൽഹിയിൽ രൂക്ഷമായ കലാപം നടന്നു. ആ കലാപത്തിൽ 53 പേർ കൊല ചെയ്യപ്പെട്ടു. അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥ. നിരവധി പേരെ കാണാതായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, ആരാധനാലയങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം ഈ കലാപത്തിൻ്റെ ഭാഗമായി ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ബോധപൂർവം സംഘടിപ്പിച്ച ഒന്നായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ നിങ്ങളാര്? ആ പകവീട്ടൽ, പ്രക്ഷോഭം നടത്തിയവർക്കെതിരെയുള്ള ഇടപെടൽ, അതായിരുന്നു സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സംഘപരിവാറിൻ്റെ ആക്രമണമാണ് അവിടെ നടന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ടായി. ആ ഘട്ടത്തിൽ ഇതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കളും പാർലമെൻറ്റ് അംഗങ്ങളും മാത്രമാണ്. ഒരു കോൺഗ്രസ്സുകാരനെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടതും ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. ഇവിടെ ആ ഘട്ടം നാം ഓർമ്മിച്ചാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. അതിലൊന്ന് ജാമിയ മിലിയ സർവകലാശാലയായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയെന്ന് വന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസിൻ്റെ വേട്ടയാണ് നടന്നത്. അതിക്രൂരമായ വിദ്യാർത്ഥി വേട്ട അവിടെ നടക്കുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻ ബാഗിൽ സമരം നടന്നു. ആ സമരം നടന്നപ്പോൾ അതിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം, സംഘപരിവാറിൻ്റെ ഇടപെടൽ, അതിന് പോലീസിൻ്റെ മൗനാനുവാദം. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം കുറ്റകരമായ മൗനം, നിസ്സംഗത കോൺഗ്രസ് പാലിക്കുകയായിരുന്നു. ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ നാം കേട്ടു. ആരായിരുന്നു ആഹ്വാനം നടത്തിയത്? കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ.
കൃത്യമായ കലാപത്തിന് നേതൃത്വം, കലാപാഹ്വാനം ഒരു കേന്ദ്രമന്ത്രി തന്നെ നൽകുകയാണ്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ ബൃന്ദാക്കാരാട്ടും ഡൽഹിയിലെ CPIM സംസ്ഥാന സെക്രട്ടറിയുമാണ് കോടതിയെ സമീപിച്ചത്. ഇതെല്ലാം ഈ ഘട്ടത്തിൽ നാം ഓർത്തു പോകേണ്ട കാര്യമാണ്. ഡൽഹി കലാപത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി എന്താ? ആരാണോ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ ഒരു നടപടിയുമില്ല. എന്നാൽ നടപടികളെല്ലാം ഇരകൾക്കെതിരെയാണ് ഉണ്ടായത്. ഇരകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാമിൻ്റെ പേരുൾപ്പെടുത്തി. എന്നാൽ നാം കാണേണ്ട കാര്യം, ഒരുപാട് നേതാക്കൾ, ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ, മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്നവർ എല്ലാം ആ കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ആ കുറ്റപത്രത്തിൽ പേരുണ്ടായില്ല, അതിലിടം പിടിച്ചില്ല. ഇപ്പോൾ ചട്ടം വന്നു. ഇത് നിയമം വന്നപ്പോഴുള്ള നിലയാണ്. ഇപ്പോൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടമാണ് കൊണ്ടുവന്നത്. നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുവെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഇതിൽ നിലപാടുണ്ടോ? RSS നിലപാട് നാം കാണുന്നുണ്ട്, സംഘപരിവാർ നിലപാട് നാം കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നാം കാണുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടിയും നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങളെ, അവരെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വലിയ തോതിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? എന്തെങ്കിലും ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടിയുടെ പ്രതികരണമുണ്ടായോ? പാർട്ടിയുടെ അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായോ?